പരിണയം. രചന, അവതരണം മിത്രവിന്ദ. ഒരു വേള എല്ലാവരുടെയും ശ്രദ്ധ വസ്തുയിലേക്ക് നീണ്ടു. ഇനി എന്താവും അവർ പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ അക്ഷമയോടെ നിന്നു അവർ ഓരോരുത്തരും. വസുധ പറഞ്ഞു തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മേനോൻ ഇടയിൽ കയറി ഇടപെട്ടു. അത് പിന്നെ അച്ഛാ, വസുധേ, ഇനി എന്തായാലും ചർച്ചയൊക്കെ നാളെയാകാം. ആദ്യം ഇവന് ബോധം വരട്ടെ. എന്നിട്ട് എനിക്ക് ഇവനോട് ചിലത് സംസാരിക്കാനുണ്ട്. അതിനുശേഷമാകാം എല്ലാം. പാതി ബോധത്തിൽ കുഴിഞ്ഞു നിൽക്കുന്ന അർജുനെ നോക്കി മേനോൻ പറഞ്ഞു. അയാളുടെ വാക്കുകൾ അനുസരിക്കാതെ വസുധയ്ക്ക് മറ്റ് നിവൃത്തിയില്ല. അത് കേട്ടതോടെ പതിയെ ഓരോരുത്തരായി അവരവരുടെ മുറികളിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഗായത്രിയും അർജുനും മാത്രം അവിടെ അവശേഷിച്ചു. നീ കണക്ക് കൂട്ടിവെച്ചോ. എന്റെ മകനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചതിന് നീ കരയും. ആരോഹി, നിന്നെ കരയിക്കൂ ഈ ഗായത്രി. മുഖത്ത് പടർന്ന ക്രൂരതയോടെ ആരോഹിയെ നോക്കി ഗായത്രി പറഞ്ഞു. എന്നാൽ ഇതുവരെയും തനിക്ക് അന്യമായിരുന്ന അമ്മായിയുടെ ആ ഭാവങ്ങൾ ആരോഹി ഒരു ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. അതേ ഞെട്ടലോടെ തന്നെ അവളുടെ മുഖം വസുധയ്ക്ക് നേർക്ക് തിരിഞ്ഞു. എന്നാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചെന്നതുപോലെ തന്നെ വസുധ നിൽക്കുകയാണ്. തൽക്കാലം ഏട്ടത്തി മോനെ വിളിച്ചോണ്ട് പോയാട്ടെ. ഇനി ഇവിടെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കാനുള്ള കെൽപ്പ് എനിക്കും എന്റെ മോൾക്കുമില്ല. വസുധ അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ഗായത്രി അർജുനെയും കൊണ്ട് മുറിവിട്ടിറങ്ങിയതും വാതിൽ വലിച്ചടച്ചു വസുധ. അവരുടെ ഇതുവരെയുള്ള മുഴുവൻ ദേഷ്യവും ആ വാതിലിൽ തീർക്കുന്നതുപോലെ. എത്ര ശ്രമിച്ചിട്ടും കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല ഗായത്രിക്ക്. അവർ അതീവ ദേഷ്യത്തോടെ അർജുനെ നോക്കി. എന്തൊക്കെയാണോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇനി നാളെ ഇതിന്റെ പേരിൽ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? ആ കാരണവരിനി എന്തു പറയും? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാന്ന്. ആരോഹി എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനായിട്ട് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലിരിപ്പ് വേറെ. ഇനി എന്തായാലും വേണ്ടില്ല, വരുന്നതൊക്കെ നീ അനുഭവിച്ചോ. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം രക്ഷിക്കാനൊന്നും ഞാൻ വരില്ല. അതും പറഞ്ഞ് അർജുനെ ദേഷ്യത്തോടെ അവന്റെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് മുറിയുടെ വാതിൽ ചാരി ഗായത്രി അവരുടെ റൂമിലേക്ക് ചെന്നു. ശബരിയെ അഭിമുഖീകരിക്കാൻ നേരിയ തോതിൽ പേടിയുണ്ടായിരുന്നു ഗായത്രിക്ക്. എങ്കിലും ധൈര്യം സംഭരിച്ച് അവർ റൂമിലേക്ക് ചെന്നു. റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശബരി. എന്തൊക്കെയോ ആലോചനകളിലായിരുന്നു അയാൾ. ഗായത്രി പതിയെ മുറിയിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചുകൊണ്ട് അയാൾക്കടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ശബരിയേട്ടാ, കിടക്കുന്നില്ലേ? ചോദിച്ചത് മാത്രമേ ഗായത്രിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ശബരിനാഥന്റെ കൈ ഗായത്രിയുടെ കവിളിൽ ആഞ്ഞു പതിഞ്ഞു. അടികിട്ടിയ കവിളിൽ കൈവച്ചുകൊണ്ട് അവർ വിശ്വാസം വരാത്ത പോലെ ശബരിയെ നോക്കി. കാരണം ആദ്യമായിട്ടായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം. എന്താ ശബരിയേട്ടാ, എന്തിനിപ്പോ എന്നെ അടിച്ചത്? ഇനി അതുകൂടി ഞാൻ പറഞ്ഞു തരണോ? തല്ലിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മോനെ വളർത്തി ഇങ്ങനെ വഷളാക്കി കളഞ്ഞതിന്. അത് കൊള്ളാം, മോൻ തെറ്റിയതപ്പോ അവൻ എന്റെ മാത്രം മോനായോ? ഗായത്രി സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇനിയും എന്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കരുതെന്നും അവൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ അവനെ പറഞ്ഞു വിലക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ തടഞ്ഞ് അതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കി അനാവശ്യമായി അവന് പണവും കൊടുത്ത് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്ത് അവനെ വഷളാക്കി ഇത്രത്തോളം എത്തിച്ചതിന് ശേഷം ഇനിയും എന്റെ മുമ്പിൽ കിടന്ന് ചിലയ്ക്കുന്നോ? ശബരിനാഥന്റെ ചോദ്യത്തിൽ ഉത്തരമില്ലാതായിപ്പോയി ഗായത്രി. കാര്യം അയാൾ പറഞ്ഞതെല്ലാം 100% ശരിയാണ്. അർജുന്റെ ഓരോ തെറ്റിനും ശബരിനാഥൻ അവനെ വഴക്കു പറയാൻ തുടങ്ങിയപ്പോൾ ശബരിയോട് ദേഷ്യപ്പെട്ടും അർജുനെ രക്ഷിച്ചിട്ടേ ഉള്ളൂ താൻ. പക്ഷെ ഇതെക്കുറിച്ച് കടന്നുപോയെന്ന് ഗായത്രിക്ക് മനസ്സിലായി. പക്ഷെ ആ തെറ്റ് അംഗീകരിച്ചു കൊടുക്കാൻ അവരുടെ മനസ്സിപ്പോഴും പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനി വരാൻ പോകുന്നതൊക്കെ അമ്മയും മോനും കൂടി അങ്ങ് അനുഭവിച്ചാൽ മതി. നാളെ അച്ഛൻ എന്താവും ഇതേപ്പറ്റി പറയാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. എന്തായാലും എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ആരും പ്രതീക്ഷിക്കണ്ട. അയാൾ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത മനസ്സുമായി ഗായത്രി ബെഡിലേക്കിരുന്നു. എങ്കിലും അവരുടെ മനസ്സിൽ
ചില പദ്ധതികളൊക്കെ അന്നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നവർ. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൺമുമ്പിൽ അരങ്ങേറിയ സംഭവങ്ങളുടെ പകപ്പിലാണ് ആരോഹി. വസുധ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആരോഹിയുടെ ഉടൽ വിറച്ചു. നേരിയ ചൂടും അവളുടെ നെറ്റിയിലെ ശരീരത്തിലും പടർന്നു. പനിക്കുന്നുണ്ടല്ലോ ആരോഹി. ആരോഹിയുടെ നെറ്റിയിലും കഴുത്തിലും കൈ വെച്ചുകൊണ്ട് അവളെ നോക്കി അലിവോടെ പറഞ്ഞു വസുധ. അവൾ ഒന്നും മിണ്ടാതെ വസുധയുടെ നെഞ്ചിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തി വെച്ചു. എന്റെ മോൾക്കവൻ വേണ്ട കേട്ടോ. വസുധ അത് പറഞ്ഞപ്പോൾ എന്തിനെന്നു പോലും അറിയാതെ ആരോഹിയുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു. അതവരുടെ മാറിലേക്ക് വീണു. അവളുടെ കണ്ണീരിന്റെ ഇളം ചൂട് നെഞ്ചിൽ പതിഞ്ഞതും വസുധയ്ക്കും നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു. 5 വർഷക്കാലം സ്വന്തമെന്ന് കരുതിയ ഒരുവൻ ഇത്രയ്ക്ക് വലിയ ചതിയനായിരുന്നു. അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അത് തിരിച്ചറിയുമ്പോഴുള്ള അവളുടെ മനോവികാരങ്ങളെക്കുറിച്ച് വസുധയ്ക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നോക്കുമോളെ, നിനക്ക് അവനെ മറക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പക്ഷെ മറക്കണം, മറന്നേ പറ്റൂ. ഞാനിതൊക്കെ നിന്നോട് മുന്നേ പറയാൻ തീരുമാനിച്ചതാ. പക്ഷേ അവനെ ജീവനായി കൊണ്ട് നടന്ന നിന്നോട് ഇതേപ്പറ്റി പറയാനുള്ള ധൈര്യം അമ്മയ്ക്കില്ലാതായിപ്പോയി. എന്റെ മോൾ ഇനിയും ആ വൃത്തികെട്ടവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. പലര് വഴി അമ്മ ഈയിടെയായിട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അവൻ ഇതിനു മുമ്പ് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. നിന്നോട് ഇഷ്ടത്തിലായിരിക്കെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് വസുധ ആ സത്യങ്ങളെല്ലാം പറഞ്ഞതും ആരോഹി ഒരു ഞെട്ടലോടെ അവരെ മുഖമുയർത്തി നോക്കി. വിശ്വസിക്കാൻ കൂട്ടാവാതെ ആരോഹി തല വിലങ്ങനെ ചലിപ്പിച്ചു. അവളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. നോക്ക്, നിനക്ക് അവനോട് മനസ്സിൽ ഇപ്പോഴും പ്രണയമുണ്ട്. അതുകൊണ്ടാണ് സത്യങ്ങളൊന്നും അംഗീകരിക്കുവാൻ നിന്റെ മനസ്സ് പാകപ്പെടാത്തത്. പക്ഷെ യാഥാർത്ഥ്യം അത് നീ മനസ്സിലാക്കിയേ പറ്റൂ. വേണ്ട മോളെ, അവനെപ്പോലൊരു വൃത്തികെട്ടവനെ വിവാഹം കഴിച്ചാൽ എന്റെ മോൾക്ക് ഒരിക്കലും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. അച്ഛൻ വന്ന ശേഷം മോളോട് ഇതെല്ലാം പറയാൻ വേണ്ടി അമ്മ കാത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കുറെ പ്രശ്നം ഇന്നുണ്ടായത്. അർജുനു വേണ്ടി ഗായത്രി ഏട്ടത്തി ഏതോ ഒരു പണക്കാരി പെൺകുട്ടി ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് വസ്തുയുടെ വായിൽ നിന്നും അത് കേട്ടതും തറഞ്ഞിരുന്നു പോയി ആരോഹി. വിശ്വാസം വരാത്ത പോലെ അവൾ അവരെ നോക്കി. അതേ മോളെ, അമ്മ പറയുന്ന സത്യാണ്. അനുപമയാ എന്നോട് കാര്യം പറഞ്ഞത്. ഗായത്രി ആവണിയോട് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടത്രേ. ആവണിയുടെ അമേരിക്കയിലുള്ള ഏതോ കൂട്ടുകാരിയോ മറ്റോ ആണെന്നാ പറഞ്ഞേ. അവിടുത്തെ വലിയൊരു കോടീശ്വരന്റെ മകൾ. അതിനു മുമ്പ് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ എന്റെ മോളെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അർജുൻ കുറച്ചു നാളായി മോളോട് കാണിക്കുന്ന ഈ അകൽച്ചയും ദേഷ്യവുമെല്ലാം. അതുകൊണ്ട് തന്നെയാ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അർജുന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കയറിയത്. അങ്ങനെ എന്റെ മോളെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് ആരും വിവിട്ടി ഞെളിഞ്ഞിരിക്കണ്ട. അതിനി വസ്തു സമ്മതിക്കത്തുമില്ല. ഉറപ്പോടെ വസ്തു പറഞ്ഞതും ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് ആരോഹി അവരുടെ നെഞ്ചിലൂടെ ഊർന്ന് മടിയിലേക്ക് കിടന്നു. ഏറെ നേരം അങ്ങനെ കിടന്ന് എപ്പോഴും അവൾ മയങ്ങി. കട്ടിൽപ്പടിയിൽ ചാരി വസുധ ഉറങ്ങാൻ പോലും കഴിയാതെ അതേ ഇരിപ്പിരുന്നു. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ആരോഹിയുടെ ഉള്ളിലെ നോവ് വസുധയ്ക്ക് ആവോളം മനസ്സിലാവുമായിരുന്നു. കാരണം അർജുനെ അവൾ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് വസുധയ്ക്ക് അറിയാമായിരുന്നു. ആ രാത്രി എങ്ങനെയോ ഉറങ്ങാതിരുന്ന് നേരം വെളുപ്പിച്ചു വസ്ത. ആരോഹി ചുട്ടുപൊള്ളും പോലെ പനിക്കുന്നുണ്ട്. എങ്കിലും സൂര്യപ്രകാശം കണ്ണിലേക്ക് പതിച്ചപ്പോൾ കൃത്യമായി ആരോഹി ഉറക്കമുണർന്നു. മോളെ, ഇന്നൊരു ദിവസം ജോലിക്ക് പോകണ്ട. നിനക്ക് നല്ല പനിയുണ്ട്. മുഖം കണ്ടാലേ അറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. തലേന്ന് രാത്രി കരഞ്ഞു കരഞ്ഞുറങ്ങിയതിന്റെ ബാക്കി പത്രമായി അവളുടെ കവിളുകളും നാസികത്തുമ്പുമെല്ലാം ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണിലെ തിളക്കം നഷ്ടപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് അവൾ മറ്റാരോ ആയിപ്പോയതുപോലെ വസുധയ്ക്ക് തോന്നി. ഇല്ലമ്മേ, എന്തു വന്നാലും ജോലിക്ക് പോയേ പറ്റൂ. ഞാനൊരു പാരസെറ്റാമോൾ കഴിച്ചിട്ട് ജോലിക്ക് പോകാം. ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. അതിനു മുമ്പ് ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. മാത്രമല്ല കമ്പനി റൂൾസിൽ അത് പറയുന്നുമുണ്ട്.
അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകാം. അവിടെ ചെന്നിട്ട് തീരെ വയ്യെങ്കിൽ ഹാഫ് ഡേ ചോദിച്ചു വിടും. വസ്തുയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല അവളെ ഒന്ന് ജോലിക്ക് അയക്കാൻ. ഇനിയൊരു പക്ഷേ ഇതിന്റെ പേരിൽ അവളുടെ ജോലി നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയപ്പോൾ വസുത പതിയെ അയഞ്ഞു. കാര്യം ആരോഗ്യം ഒരുപാട് ആശിച്ചു മോഹിച്ചു കിട്ടിയ ജോലിയാണിത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മോള് വേഗം ഫ്രഷ് ആവ്. അതും പറഞ്ഞുകൊണ്ട് വസുത മുറിവിട്ടിറങ്ങി. ആരോഗ്യക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പതിവില്ലാതെ വസുത മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ വസുത മുറി വന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും ആരോഗ്യ ബാത്റൂം തുറക്കാതെ ആയതോടെ അവർക്ക് വെപ്രാളം കൂടി. അതേസമയം ബാത്റൂമിന്റെ ഡോറിൽ ചാരി നിലത്തിരുന്ന് ആർത്താർത്ത് കരയുകയായിരുന്നവൾ. തൻ്റെ ഉള്ളിലെ സങ്കടം അവൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ സ്നേഹിച്ചത് എന്നോർത്തവൾക്ക് സ്വയം വെറുപ്പും അറപ്പും തോന്നി. അവന്റെ ജീവിതത്തിൽ വന്ന പല പെൺകുട്ടികളെ പോലെ ഒരുവൾ മാത്രമായിരുന്നു അവന് താനെന്ന് അവൾക്ക് സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെയായിരുന്നു വസ്തുയുടെ വിളി കൃത്യമായി ആരോഗ്യയുടെ കാതിൽ പതിഞ്ഞത്. ഒരു ഞെട്ടലോടെ അവൾ ഇരുന്നിടത്തു നിന്ന് ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റു. ബാത്റൂമിലേക്ക് കയറി വന്നു. ബാത്റൂമിലേക്ക് വന്ന് കയറിയതുപോലെ തന്നെയാണ് ഇപ്പോഴും. താൻ വേഷം പോലും മാറിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, മുഖം പോലും ഒന്ന് കഴുകിയിട്ടില്ല. ബാത്റൂമിൽ കയറി ഡോറടിച്ച് ഇരിപ്പിരുന്നതാണ്. വരുന്നമ്മേ, 5 മിനിറ്റ്. വസ്തിയുടെ വിളി കൂടുതൽ ശബ്ദത്തിലായപ്പോൾ ഇടറിയ സ്വരത്തോടെ ആരോഗ്യ അത് പറഞ്ഞു. ബാത്റൂമിന് പുറത്തുനിന്ന വസ്തിക്ക് നേരിയ ആശ്വാസം തോന്നിയെങ്കിലും അവളുടെ ശബ്ദത്തിലെ ഇടർച്ചിലൂടെ അവർക്ക് മനസ്സിലായി അവൾ കരയുകയായിരുന്നെന്ന്. വസുതയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അർജുനോട് തീർത്താൽ തീരാത്ത ദേഷ്യം തോന്നി അവർക്ക്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം ആരോഗ്യ കുളിച്ചിറങ്ങി. ഇറങ്ങി വരുന്നവളെ ഒരു വല്ലാത്ത ഭാവത്തോടെയാണ് വസ്തു നോക്കിയത്. മോൾ എന്തിനാ തല കഴുകിയത്? ഇന്നലെ രാത്രിയിലല്ലേ കുളിച്ചത്? ഹെയർ ഒന്നും അങ്ങനെ എപ്പോഴും വാഷിയാത്തതാണല്ലോ. മാത്രമല്ല നിനക്ക് ജലദോഷവും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ നിമിഷമാണ് ആരോഗ്യം അതേപ്പറ്റി ഓർത്തത്. അവൾ നിസ്സഹായതയോടെ വസുതയെ നോക്കി. സാരമില്ല, പോട്ടെ, അമ്മ മുടി ഉണക്കിത്തരാം. അതും പറഞ്ഞുകൊണ്ടവർ ഹെയർ ഡ്രയർ എടുത്ത് ആരോഹിയുടെ മുടി ഉണക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെ ഒരു സാരി ഉടുത്ത് ആരോഹി വസുത അവളുടെ മുടി കെട്ടി കണ്ണിൽ അല്പം കരിയെഴുതി കൊടുത്തു. ഭക്ഷണം അടങ്ങിയ പ്ലേറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തെങ്കിലും അതും മടിയിൽ വെച്ചുകൊണ്ട് എന്തോ ചിന്തയിലാണ്ടിരുന്നോളെ വസുത തട്ടി വിളിച്ചു. അവർ ആ പ്ലേറ്റ് അവരുടെ കയ്യിലേക്ക് തിരികെ നൽകി. വേണ്ടമ്മേ, തീരെ വിശപ്പില്ല. അത് പറഞ്ഞാൽ പറ്റില്ല ആരോഹി. ഇന്നലെ രാത്രിയിൽ നീ ഒന്നും കഴിച്ചില്ല. ഇനി ഇപ്പോഴും ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനാ? എവിടെയെങ്കിലും വീണു പോകും മോളെ നീ. പ്ലീസ്, അമ്മയല്ലേ പറയുന്നേ, എന്തേലും ഇത്തിരി കഴിക്ക്. പറയുന്നതോടൊപ്പം വസ്തുത തന്നെയാണ് പാത്രത്തിൽ കിടന്ന ദോശ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തത്. യാന്ത്രികമായി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തിക്കൊണ്ടവൾ ഒരു ഗുളികയും കഴിച്ച് ധൃതിയിൽ പോകാനായി താഴേക്കിറങ്ങി വന്നു. അതേസമയം മേനൂനും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ലിവിംഗ് റൂമിലുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് പതിവിലും അധികം കനം. ആരോഹിയുടെ കണ്ണുകൾ അറിയാതെയെങ്കിലും അവിടെ ആകമാനം അർജുനെ പരതി. പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല. മോള് ജോലിക്ക് പോവാണോ? മുത്തശ്ശനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആരോഹി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്നത് കണ്ടതും മേനു ചോദിച്ചു. ജോലിക്ക് പോയേ പറ്റൂ മുത്തശ്ശ, ലീവ് എടുക്കാൻ പറ്റില്ല. സംസാരമൊക്കെ വന്നിട്ടാകാം. ഗായത്രി രൂക്ഷമായി നോക്കിക്കൊണ്ട് അതും പറഞ്ഞവൾ തിരിഞ്ഞു നോക്കാതെ നേരെ മുന്നോട്ട് നടന്നു. എന്നും പോകുന്ന ബസ് പതിവിലും താമസിച്ചായിരുന്നു. അതുകൊണ്ട് ഓഫീസിലെത്താനും ലേറ്റായി. പഞ്ച് ചെയ്യാൻ പോയപ്പോൾ സമയം താമസിച്ചുകൊണ്ട് തന്നെ അവിടെ ഹാഫ് ഡേയും കട്ടായി. ഒരു വല്ലാത്ത മാനസിക സംഘർഷത്തോടെയാണ് അവൾ അക്ഷയുടെ ക്യാബിനിലേക്ക് വന്നത്. നോക്കുമ്പോൾ കൃത്യമായി അക്ഷിതും വന്നിട്ടുണ്ട്. ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാതെ ആരോഗ്യ അക്ഷിതിനെ നോക്കി. അവൻ കണ്ണു ചുരുക്കി അവളെ മൊത്തത്തിലൊന്ന് നോക്കി. എന്താ ഇത്രയും ലേറ്റായത്? തോന്നുന്ന സമയത്ത് കയറി വരാൻ ഇത് സത്രമല്ല. അല്പം കടുപ്പമേറിയ അക്ഷിതിന്റെ ചോദ്യത്തിൽ ആരോഗ്യ മുഖം കുനിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പെട്ടെന്നത് കണ്ടപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ അക്ഷിത് ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. നോക്കാരോഹി, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. കമ്പനി കാര്യങ്ങൾ അതെപ്പോഴും അതിന്റെ രീതിക്ക് തന്നെ പോകണം. റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ.
സോറി സാർ എന്നവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. മൊത്തത്തിലുള്ള അവളുടെ ആ നിൽപ്പും പ്രസരിപ്പില്ലാത്ത ആ മുഖവും എല്ലാം കൂടി കണ്ടപ്പോഴേ അക്ഷിതിന് മനസ്സിലായി അവൾക്ക് മറ്റെന്തോ പ്രശ്നമുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ അവൻ അവൾക്കടുത്തേക്ക് വന്നു. എന്തു പറ്റി ആരോഹി, താൻ ഓക്കെയല്ലേ? മെല്ലെ അവളുടെ തോളിൽ തട്ടി അക്ഷിത് അത് ചോദിച്ചതും പാടെ തളർന്നു പോയവൾ ചായാനൊരു തോള് കിട്ടിയതുപോലെ അക്ഷിതിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. തീർത്തും അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു അത്. ഒരു വേള അക്ഷിയും പകച്ചുപോയി ആരോഹിയുടെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റത്തിന്റെ പുറത്ത്. അവൻ നോക്കിയപ്പോൾ അവളുടെ മിഴികള് പാതി കൂമ്പിയിട്ടുണ്ട്. തന്റെ ശരീരത്തിൽ ക്ഷീണം, തളർച്ച, ബസ്സിൽ കയറി യാത്ര ചെയ്തു വന്നത് എല്ലാം കൂടി ആയപ്പോൾ ആ പാവം പെൺകുട്ടി അവശയായി പോയി. അവന്റെ കൈകൾ യാന്ത്രികമായി അവളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ് ക്യാബിൻ ഡോർ തുറന്ന് പ്രിയങ്ക അകത്തേക്ക് കയറി വന്നത്. അവരുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തു. പ്രിയങ്കയുടെ കണ്ണിലെ പ്രണയം നിമി നേരത്തിനുള്ളിൽ മാറി മറിഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാതെ ആരോഹി അപ്പോഴും അക്ഷയുടെ നെഞ്ചിൽ ചാരി നിൽക്കുകയായിരുന്നു. അക്ഷി ബർത്ത്ഡേക്ക് വരാത്തതുകൊണ്ട് പ്രിയങ്ക അവനെ കാണാൻ ഓടി വന്നപ്പോൾ അക്ഷിത് മറ്റൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. തുടരും.